നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ മലയാളിയെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. പാലക്കാട് പുതുനഗരം സ്വദേശിയായ അബ്ബാസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 44 വയസ്സായിരുന്നു. വാദിയാൻ സനായിയയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാവിലെ സ്വന്തം വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ലഹദ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഭാര്യയും 3 കുട്ടികളുമുള്ള അബ്ബാസ് കോയമ്പത്തൂരിലാണ് നിലവിൽ താമസിക്കുന്നത്. അസീർ പ്രവാസി സംഘം ലഹദ് ഏരിയ റിലീഫ് കൺവീനർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ മരണാന്തര നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. അസീർ പ്രവാസി സംഘം വാദിയാൻ സനായിയ യൂണിറ്റ് അംഗം കൂടിയാണ് അബ്ബാസ്. സൗദിയിൽ തന്നെ അവധി ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം എത്തിയ മലയാളി ബാലൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. സന്ദർശക വിസയിലെത്തിയ കണ്ണൂർ ഇരിക്കൂർ പട്ടീൽ സ്വദേശി കിണാക്കൂൽ തറോൽ സഹകരിയയുടെ മകൻ മുഹമ്മദ് സയാനാണ് മരിച്ചത്. 8 വയസ്സായിരുന്നു. റിയാദിൽ വെച്ച് ഉപയോഗശൂന്യമായ വെള്ള ടാങ്കിൽ വീണാണ് അപകടമുണ്ടായത്. സ്കൂൾ അവധി ചെലവഴിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് സയാൻ കുടുംബത്തോടൊപ്പം സൗദിയിൽ എത്തിയത്. ഇവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ അടുത്ത് ഉപയോഗശൂന്യമായ ടാങ്ക് ഉണ്ടായിരുന്നു. കുട്ടി അതിൽ അബദ്ധത്തിൽ വീണതാണ് എന്നാണ് കരുതുന്നത്. അപകട വിവരം അറിയിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് യൂണിറ്റ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുക്കാനായത്. സ്കൂൾ തുറക്കാനിരിക്കെ അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുന്നില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിയാദിൽ തന്നെ മൃതദേഹം സംസ്കരിക്കും. അതേസമയം സൗദി അറേബ്യയിൽ 3 മാസം മുൻപ് തൊഴിൽ വിസയിലെത്തിയ തമിഴ്നാട് സ്വദേശിയായ 23 വയസ്സുകാരനെ താമസ സ്ഥലത്ത് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ശങ്കരപുരം കള്ളകുറച്ചി വെളിപ്പുറം സ്വദേശി ശരൺ കുമാറാണ് ദക്ഷിണ സൗദിയിലെ ഭീഷയിൽ ജീവനൊടുക്കിയത്. 3 മാസം മുൻപ് സൗദിയിലെത്തിയ ശരൺകുമാറിന് ജോലി ലഭിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ജീവനൊടുക്കിയത്. ബിഷയ്ക്ക് സമീപം അസ്മി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. അച്ഛന്റെ കൂടെയായിരുന്നു ശരൺകുമാർ താമസിച്ചിരുന്നത്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ശേഷം അച്ഛൻ തൊട്ടടുത്ത മസ്റയിൽ ജോലിക്ക് പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അച്ഛൻ ഉച്ചയ്ക്ക് മുറിയിൽ തിരിച്ചെത്തിയപ്പോഴാണ് മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിഷ കിങ് അബ്ദുള്ള ഹോസ്പിറ്റലിലുള്ള മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. നടപടിക്രമങ്ങൾക്ക് ബിഷയിലെ സാമൂഹിക പ്രവർത്തകനും ജിദ്ദ കോൺസുലേറ്റ് വെൽഫെയർ മെമ്പറുമായ പാതിപ്പറമ്പൻ അബ്ദുൽ അസീസ് പാതിപ്പറമ്പൻ കൊണ്ടോട്ടി നേതൃത്വം നൽകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.